നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞാൻ നല്ലൊരു ഈവനിംഗ് ആശംസിക്കുകയാണ്. വാർത്തയുടെ സായാഹ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട 5 ഫോക്കസ് വാർത്തകൾ, സായാഹ്ന സവാരി തുടങ്ങിയ വിവിധ സെഗ്മെന്റുകളിലൂടെ കടന്നു പോകണം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഭിമാനത്തോടെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ പറ്റുന്ന ഒരു വാർത്തയാണ്. ആദ്യം നമ്മൾ ഫോക്കസ് നമ്പർ 1-ൽ ആ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നേരം വൈകുന്നേരത്തിൽ ആലപ്പുഴയിൽ സ്വകാര്യ റിസോർട്ടിന്റെ ഭൂമി ഇടപാടുകളുടെ പേരിൽ ദുരിതത്തിലായ ഏതാണ്ട് 52ഓളം വരുന്ന കുടുംബങ്ങളുടെ വാർത്ത നൽകിയിരുന്നു. അവർ ആ റിസോർട്ട് മാഫിയ അവിടം പിടിച്ചടക്കിയതോടുകൂടി അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ് എന്നത് പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ വിവരിച്ചിരുന്നു. ന്യൂസ് 18 ആ വാർത്ത നൽകി. അത് വലിയ ചർച്ചയായി. ഏതാണ്ട് മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിലെ 23-ാം വാർഡിലെ 52 കുടുംബങ്ങളാണ് ഈ ദുരിതം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്. റിസോർട്ട് മാഫിയയുടെ കടന്നുവരവോടെ നടവഴി പോലും അവർക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ അവിടെ പോവുകയും അവരെ കാണുകയും ആ ദുരന്ത കഥ എന്താണ് എന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. ആ വാർത്തയിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി അതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഈ ഇടപെടൽ ഉണ്ടാകുന്നത്. ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ഈ ഇടപെടൽ അവിടുത്തെ 52ഓളം വരുന്ന കുടുംബങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ എന്താണ് ഇന്നലെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ? സ്വകാര്യ റിസോർട്ടിന്റെ ഭൂമി ഇടപാടുകളുടെ പേരിൽ 53 കുടുംബങ്ങൾ ദുരിതത്തിലായതിന്റെ കഥ അവരുടെ ജീവിതം ഇപ്പോൾ ഏതവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നത് വരച്ചു കാട്ടുകയാണ് യഥാർത്ഥത്തിൽ ന്യൂസ് 18 ചെയ്തത്. പലയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കുരുവി ആൻഡ് കുരുവി, മാരാരി ബീച്ച് വില്ല എന്നീ സംയുക്ത സംരംഭങ്ങളുടെ 25 ഏക്കറോളം വരുന്ന ഭൂമിയിൽ റിസോർട്ടിന്റെ ഭീമാകാരൻ കോമ്പൗണ്ട് വാൾ ഉയർന്നതോടെ ചതി മനസ്സിലാക്കിയ ജനം വഴിക്കായി പരക്കം പായുകയായിരുന്നു. ആദ്യം 7 ഏക്കർ ഭൂമിയാണ് റിസോർട്ട് വാങ്ങിയതെങ്കിൽ പിന്നീട് നിർബന്ധിത വിൽപ്പനയിലൂടെ 25 ഏക്കറോളം ഭൂമിയിലേക്ക് ഈ ഉടമകൾ എത്തിയെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടി. രോഗികളെ പോലും ആശുപത്രിയിൽ എത്തിക്കാനാകാത്ത, നടവഴി പോലും നഷ്ടപ്പെട്ട നിസ്സഹായരായ മനുഷ്യരുടെ ആധി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അധികമായിരുന്നു. റിപ്പോർട്ടിലെ ഈ നൽകിയ റിപ്പോർട്ടിലെ ചില പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ അങ്ങേയറ്റം അവരുടെ ദുഃഖം എന്താണ് എന്ന് മനസ്സിലാക്കുന്നവയായിരുന്നു. അവർ ആ ദുരിതം ന്യൂസ് 18നോട് പങ്കുവച്ചു. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനാണ് അവരോട് സംസാരിച്ചത്. എന്താണ് അവർ കടന്നു പോകുന്ന ഈ അവസ്ഥ എന്നുള്ളത് പുറം ലോകത്തേക്ക് കൊണ്ടുവന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ആലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ വഴിയടച്ചുകൊണ്ടുള്ള ഭൂമാഫിയയുടെ പിടിച്ചടക്കലിൽ അന്വേഷണത്തിനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി TJ ആഞ്ചലോസ് മുഖ്യമന്ത്രിക്ക് ഇത് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇടപെടൽ ഉണ്ടാകുന്നത്. LSGD പ്രിൻസിപ്പൽ ഡയറക്ടറോട് നടപടി സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 7 ഏക്കറിൽ നിന്ന് ആരംഭിച്ച് 25 ഏക്കറോളം ഭൂമിയാണ് നാട്ടുകാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ റിസോർട്ട് ഉടമകൾ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയത്. ആദ്യം മോഹന വാഗ്ദാനങ്ങൾ നൽകുക, പിന്നീട് അതിൽ നിന്ന് പിന്മാറി ജനങ്ങളെ അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന തന്ത്രമാണ് എവിടെയും ഭൂമാഫിയ പയറ്റുന്നത്. അതുതന്നെയായിരുന്നു ഈ മാരാരിക്കുളത്ത് നമ്മൾ കണ്ടത്. പ്രദേശവാസികളുടെ പരമ്പരാഗതമായ നടവഴികൾ സ്വന്തമാക്കിയ റിസോർട്ട് ഭൂമിയുടെ തെക്കേ അതിരിനോട് ചേർന്ന് വഴിക്കായി നാട്ടുകാരോടൊപ്പം ചേർന്ന് ഭൂമി വിട്ടു നൽകാമെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ആ ഉറപ്പിൽ നിന്ന് ഇവർ പിന്മാറുകയായിരുന്നു. അതോടെ കിടപ്പ് രോഗികളും കുട്ടികളും എന്തിന് അംഗനവാടി കെട്ടിടം പോലും വഴിമുട്ടിയ അവസ്ഥയിലേക്ക് എത്തി. എങ്ങനെയാണ് ഭൂമാഫിയ ഒരു പ്രദേശത്തെ ജനജീവിതത്തെ ആകെ തകിടം മറിച്ച് ഒടുവിൽ ആ പ്രദേശത്തിന്റെ അധിപരായി മാറുന്നു എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു മാരാരിക്കുളത്ത് കണ്ടത്. എന്തായാലും ആ നീക്കത്തിനാണ് ന്യൂസ് 18 വാർത്ത ഇപ്പോൾ തടയിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്, ഈ ഇടപെടലിലേക്ക് നയിച്ചത്. ശരണ്യ നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, വലിയ രീതിയിൽ ഒരുപാട് പേർക്ക്, സാധാരണക്കാർക്ക്, കുടുംബങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു ഇടപെടലാണ് ശരണ്യയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ആ വാർത്തയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇത്ര വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയത്? ഒടുക്കം ഈ ഇടപെടൽ ഉണ്ടാകുമ്പോൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ആ ജനങ്ങൾക്ക് എങ്ങനെയാണ്
അത് ആശ്വാസമാകുന്നത് എന്നത് ശരണ്യ പ്രേക്ഷകർക്ക് വിശദീകരിക്കും. ശരണ്യ. ന്യൂസ് 18 വാർത്താ സംഘം ഇപ്പോൾ ഉള്ളത് മാരാരിക്കുളം ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ്. അതായത് ഏറ്റവും അധികം ടൂറിസം സാധ്യതകളുള്ള, ഭാവിയിൽ ഏറ്റവും അധികം വികസിക്കാൻ പോകുന്ന തീരദേശ മേഖലയാണ് ഇത്. അവിടെയാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ പ്രതിസന്ധി ഇവിടെയുള്ള ജനങ്ങൾ നേരിടുന്നത്. നമ്മൾ ഈ കാണുന്ന വലിയ മതിൽക്കെട്ട് അത് ഏകദേശം 25 ഏക്കറോളം വരുന്ന ഭാഗത്തെ കവർ ചെയ്ത് ഈ തീരദേശം കടന്നു പോകുന്നു എന്നുള്ളതാണ്. ആ കടന്നു പോകുക, അതായത് ഇത്തരത്തിലൊരു ഈ മതിൽക്കെട്ട് ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ ജനങ്ങൾ, അതായത് നമ്മൾ ഈ കാണുന്ന അങ്ങോട്ടുള്ള 25 ഏക്കറോളം വരുന്ന സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും ആളുകൾ താമസിച്ചിരുന്നു, വീടുകൾ ഉണ്ടായിരുന്നു, മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അവരുടെ ഒരു പ്രധാന ഇടമായിരുന്നു ഇത്. പക്ഷേ അവിടെ നിന്ന് ഒന്നൊന്നായി ഓരോ ആളുകളും പുറത്താക്കപ്പെടുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് ഇവിടെ നിന്ന് പറയാൻ കഴിയുക. കാരണം ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ 25 ഏക്കറിനകത്ത് ചില വീടുകളുണ്ട്, അതിനപ്പുറത്തേക്ക് മാറി 50ഓളം വീടുകൾ, മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളുണ്ട്. അവിടെ ഒന്നുള്ള ആളുകൾക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ വഴി ഉൾപ്പെടെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതായത് നാളെ ഒരുപക്ഷെ ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കൂടി ഒഴിഞ്ഞുകൊടുത്ത് ഏറ്റവും മനോഹരമായ ഒരു തീരം ഈ റിസോർട്ട് ഉടമകളിലേക്ക് എത്തും എന്നുള്ള സാഹചര്യത്തിലാണ് അവരുള്ളത്. വലിയൊരു ജനകീയ പ്രശ്നം തന്നെയാണ് ഇവിടുത്തെ. കാരണം കിടപ്പ് രോഗികളായ ആളുകളുണ്ട്, വിദ്യാർത്ഥികളായ ആളുകളുണ്ട്. ഇവർക്ക് വഴിയില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധി ഇവിടുത്തെ ആളുകൾ നേരിടുന്നു. ഇതിന്റെ തെക്കേ അതിര് 1.5 മീറ്റർ ഈ റിസോർട്ടും ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള വീടുകളും ചേർന്ന 1.5 മീറ്റർ വീതം വിട്ടുകൊടുത്ത് അവർക്ക് വാഹനം കടന്നു പോകുന്ന ഒരു വഴി നൽകാമെന്നായിരുന്നു ആദ്യം മുന്നോട്ട് വെച്ച ഓഫർ. എന്നാൽ ആ ഓഫറുകൾ കാലക്രമേണ മാറി എന്നുള്ളതാണ്. ഇപ്പോൾ വഴി എന്നുള്ളത് ചോദിക്കുമ്പോൾ മൗനം പാലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. ഇവിടെ മുൻപ് എന്തായിരുന്നു? ഈ സ്ഥലം മുൻപ് എങ്ങനെയായിരുന്നു? മുൻപ് മത്സ്യത്തൊഴിലാളികൾ താമസിച്ചിരുന്ന ഒരു ഗ്രാമപ്രദേശമായിരുന്നു. ആ പ്രദേശം ഒന്നൊന്നായി ഈ റിസോർട്ടുകാർ വന്ന് വാങ്ങി, അത് കൂട്ടി ഇപ്പോൾ എൻ്റെ 25 ഏക്കറുള്ളവരുടെ കയ്യിലാക്കിയിരിക്കുക. ഇത് വാങ്ങിയ സമയത്തൊന്നും കോമ്പൗണ്ട് വാളില്ലാതെ, ജനങ്ങൾ റോഡൊന്നും ഇല്ലാതെ ഇവരുടെ കയ്യിലായി പോയതുകൊണ്ട് കൺസെൻറ്റ് കിട്ടാൻ പാടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഓരോ വ്യക്തികളുമായിരുന്നെങ്കിൽ നമുക്ക് കൺസെൻറ്റ് പണ്ടേ കിട്ടിയാണ്. ഇത് ഒരു വ്യക്തിയുടെ കയ്യിലായി പോയതുകൊണ്ട് നമുക്ക് കൺസെൻറ്റ് കിട്ടാതെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റോഡും പാലവും ഒന്നും കിട്ടാതെ. ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗം, ഇത് തീരദേശ ഹൈവേയുടെ ഭാഗമാണ്. ഏറ്റവും തിരക്കേറിയ റോഡാണ്. ഇവിടെ നിന്ന് അങ്ങ് പടിഞ്ഞാറേ അറ്റം വരെയുള്ള 25 ഏക്കർ സ്ഥലമാണ് ഈ റിസോർട്ട് എടുത്തിരിക്കുന്നത്. മാരാരി ബീച്ച് വില്ലേജ് പ്രോജക്റ്റും ഒപ്പം തന്നെ കുരുവി എന്ന് പറഞ്ഞൊരു ആദ്യത്തെ ഒരു രജിസ്ട്രേഷനുമാണ് ഉള്ളത്. അവർ ആദ്യം വഴി നൽകാമെന്ന് പറഞ്ഞ ഭാഗം ഇതാണ്. അതായത് ഇവിടെ നിന്ന് 1.5 മീറ്റർ റിസോർട്ട് ഉടമകളും 1.5 മീറ്റർ പ്രദേശത്തുള്ള അങ്ങേ അറ്റം വരെയുള്ള ജനങ്ങളും വഴിക്കായി വിട്ടു നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെ സ്ട്രെയിറ്റ് ഒരു റോഡ് എന്നുള്ളതാണ് റിസോർട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച ആദ്യ മോഹന വാഗ്ദാനം. കാരണം ജനങ്ങൾ കടന്നു പോയിരുന്നത് ഈ റിസോർട്ടിനകത്തുള്ള പ്രോപ്പർട്ടി കൂടെ വട്ടം ഛേദിച്ചു പോകുന്ന രീതിയിലായിരുന്നു അവരുടെ വഴി. ആ വഴിക്ക് പകരം ഇത് നൽകാം എന്നുള്ളൊരു ഓഫറായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇപ്പോൾ ഇവിടെ അതിനു വേണ്ടിയുള്ള റിസോർട്ടിന്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ ഇറക്കിയിരിക്കുകയാണ്. ഈ കട്ട ഈ പാറ ഇറക്കിയിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ഈ വഴി മുഴുവനായി അവർ അടച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അവരെന്താണോ ജനങ്ങൾക്ക് ഓഫർ ചെയ്തത് അത് മാറ്റിയിട്ട് ഈ വഴി മുഴുവൻ അടച്ചു. ഇതിന് തൊട്ട് പുറകിലാണ് കാണുന്ന കെട്ടിടമാണ് അംഗനവാടി പ്രവർത്തിക്കേണ്ട കെട്ടിടം. അതിനുൾപ്പെടെ എങ്ങനെ വഴി, ആ കുട്ടികൾ ഉൾപ്പെടെ എങ്ങനെ കടന്നു പോകും എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. ഇനിയും അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ആ സ്ഥലങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുമ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10-20 വർഷമായിട്ട് ഈ ഭൂമാഫിയ ഇവിടെ സ്ഥലം എടുത്തിരിക്കുക. അപ്പോൾ ആ സ്ഥലം ഈ നമ്മുടെ തീരദേശ റോഡുമായിട്ട് എൻ്റെ പങ്കിടുന്ന ആ സ്ഥലത്ത് ഇങ്ങോട്ട് വന്നാൽ ഈ റോഡും ഈ പാലവും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പ്രദേശത്ത് മൊത്തം ഗതാഗത സൗകര്യമാകണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട്, നമ്മുടെ കൊല്ലത്തെ ഹോളി ഫാമിലി ചർച്ചുണ്ട്. അപ്പോൾ ആ പള്ളികളിലേക്ക് പോകാനും സ്കൂളിലേക്ക് പോകാനും അതേഷ്ടം കിഴക്ക് വാർഡുകളിൽ നിന്ന് മത്സ്യങ്ങൾക്ക് ഇവിടെ മത്സ്യം നടത്തുവാൻ വേണ്ടി പടിഞ്ഞോട്ട് വരുവാനും കടപ്പുറത്തേക്ക് വരുവാനും ഈ ഒരു വഴികളും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവർ ആ ഭൂമാഫിയ അവിടെ എടുത്തുകൊണ്ട് അവിടുത്തെ തിരശ്ശ റോഡുമായിട്ട് അവിടുത്തെ എൻ്റെ നിന്ന് പടിഞ്ഞോട്ട് വന്നാലേ അവർ സ്ഥലം തന്നാൽ മാത്രമേ നമുക്ക് ഈ പാലവും റോഡും ഒക്കെ യാഥാർത്ഥ്യമാകാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്നതാണ് പൊള്ളത്തെ ബീച്ച്. ഈ ബീച്ചിന്റെ ഭാഗത്തേക്ക്, അതായത് നമ്മൾ കണ്ട തീരദേശ ഹൈവേയിൽ നിന്നും ആ പ്രോപ്പർട്ടി എത്തിയാൽ 25 ഏക്കറോളം വരുന്ന സ്ഥലം
കവർ ചെയ്ത് ഇവിടെയാണ് വന്നത് അവസാനിക്കുന്നത്. അതായത് ഏറ്റവും മനോഹരമായ ഏകദേശം 1 കിലോമീറ്ററോളം അല്ലെങ്കിൽ 1/2 കിലോമീറ്ററിനടുത്ത് വരുന്ന ഒരു ഫ്രണ്ടേജാണ്, ബീച്ചിന് ഫ്രണ്ടേജാണ് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ ഈ ഭാഗങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അവർക്ക് അത്തരത്തിലുള്ള ആ വികസന പ്രവർത്തനങ്ങളെ ഒന്നും അവർ തടയുന്നില്ല. പക്ഷേ അവർക്ക് വേണ്ട അടിസ്ഥാന ആവശ്യം എന്നുള്ള വഴി അത് ഇല്ലാതാക്കരുത് എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഓരോ പ്രോപ്പർട്ടിയും വാങ്ങി അതിന് ആദ്യം 7 സെന്റിൽ നിന്ന് തുടങ്ങി കുരുവി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് ഇവർ ആദ്യം വാങ്ങുന്നത്. അതിന്റെ പേരിലാണ് പഞ്ചായത്ത് രജിസ്ട്രേഷൻസും കാര്യങ്ങളും പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് മാരാരി വില്ല, ബീച്ച് വില്ല പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സംവിധാനം കൂടി, അതായത് പുതിയ ഇപ്പോൾ പറഞ്ഞ അബ്ദുള്ള അടക്കമുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനം കൂടി ഇതിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഈ 7 ഏക്കറിന് പുറമെയാണ് ബാക്കിയുള്ള ചെറിയ ചെറിയ വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വാങ്ങി 25 ഏക്കറോളം സ്ഥലം അവർ വാങ്ങി അവരുടെ കൈവശം ആക്കിയിരിക്കുന്നത്. അപ്പോഴും ഈ 25 ഏക്കറിനകത്ത് ഇവരുടെ മതിൽക്കെട്ടിനകത്ത് പെട്ടുപോയിട്ടുള്ള മനുഷ്യരുണ്ട്, വീടുകളുണ്ട്, ഒപ്പം തന്നെ അംഗനവാടികളുണ്ട്. അത്തരം സ്ഥലങ്ങൾക്ക്, അത്തരം ഇടങ്ങൾ കൂടി വഴികൾ തടസ്സമാക്കുന്ന രീതിയിൽ മുഴുവനായി, അതായത് ഓരോ ഭാഗത്തെയും എങ്ങനെയാണ് കവർന്നെടുക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ് നമുക്ക് ഈ പൊള്ളത്തയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ബീച്ചിൽ നിന്ന് തുടങ്ങുന്ന ആ വഴി, അത് ഇങ്ങനെ ഒരു വഴി അങ്ങേ അറ്റം വരെ, അതായത് തീരദേശ റോഡ് വരെ എത്തിച്ചു നൽകാമെന്നാണ് ജനങ്ങൾക്ക് ഇവർ വാഗ്ദാനം നൽകിയത്. ബീച്ചിൽ നിന്ന് തുടങ്ങുന്ന വഴി ഇവിടെ നമ്മൾ ഈ കാണുന്ന ഭാഗത്തുനിന്ന് ഇവിടം വരെ ഉണ്ട്. അതിനുശേഷം പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ജനങ്ങൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് കടന്ന് ഇവിടുന്ന് നേരെ പോകേണ്ട വഴിയാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് യാതൊരു നടപടിക്രമങ്ങളിലേക്കും റിസോർട്ട് കടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ വീടുകൾ, അതായത് അവിടെ പടിഞ്ഞാറുള്ള വീടുകളും ഒപ്പം ഇതിനകത്ത് വരുന്ന ഈ വീടുകളിലുള്ള ആളുകൾക്കും പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ വഴി നഷ്ടമാകുന്നു എന്നുള്ളതാണ്. അതിന് യാതൊരുവിധ ഉത്തരവും പറയാനായി ഇത് വാങ്ങിയ ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ആദ്യം ഇവരെ ഈ നേരത്തെ കാണിച്ച ഭാഗം കാണിച്ച് വഴി നൽകുമെന്നുള്ള വാഗ്ദാനം നൽകി ഇവിടെയുള്ള മനുഷ്യരെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ള പ്രധാന ആരോപണമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഇവർ ഈ വീതിക്ക് റോഡ് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ മതിൽ ഉൾപ്പെടെയുള്ളത് കെട്ടാൻ ഞങ്ങൾ അനുവദിച്ചതും ഇവിടുന്ന് അങ്ങോട്ട് ഇതിൻ്റെ അറ്റം വരെ ഈ റോഡ് തരാമെന്ന് അവർ അംഗീകരിച്ചതുമാണ്. ഇപ്പോഴാണ് ഇതിനനുസരിച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പ്രദേശത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ റോഡിൻ്റെ പ്രയോജനം ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ഇവരിപ്പോൾ അതിന് മലക്കം പറഞ്ഞിരിക്കുകയാണ്. ആ പ്രദേശത്ത് സ്റ്റാർട്ടിങ്ങിൽ അവസാനത്തെ സ്ഥലത്ത് സ്ഥലം തരികയും ഫ്രണ്ടിൽ തരാൻ പറ്റത്തില്ല എന്ന ശൈലിയിലേക്കാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീട് ഒപ്പം തന്നെ ഈ കാണുന്ന വീടുകളൊക്കെ തന്നെ ഈ രീതിയിൽ വഴി ലഭ്യമായിട്ടില്ലെങ്കിൽ ഉള്ളിൽ അകപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നുള്ളതാണ്. ഇനി തൊട്ടപ്പുറത്തൊരു റോഡ് ഉണ്ട്. അത് ഒരു റിസോർട്ടിലേക്കുള്ള, സ്വകാര്യ റിസോർട്ടിലേക്കുള്ള പ്രൈവറ്റ് റോഡാണ്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്തുകൂടെ ഉള്ള വഴി, അതായത് ഈ വീതിക്ക് വഴി നേരത്തെ കണ്ട വീതിയിൽ വഴി നൽകാമെന്നാണ് ആദ്യം റിസോർട്ടിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ വന്ന് സ്ഥലം ഉൾപ്പെടെ അളന്ന് തീരുമാനിച്ചത്. പക്ഷേ അവർ പിന്നീട് അതിൽ നിന്ന് മാറുകയായിരുന്നു. ഈ വീട്ടുകാരൊക്കെ എങ്ങനെ പോകും എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി നിൽക്കുന്നത്. വിദ്യാർത്ഥികളുണ്ട്, കിടപ്പ് രോഗികളായ ആളുകൾ ഉൾപ്പെടെ ഈ വീടുകളിലെല്ലാം തന്നെ ഉണ്ട്. എല്ലാ പ്രശ്നം വെള്ളമായിരുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിധത്തിലും പറ്റാത്ത ഒരവസ്ഥയാണ്. അത് പറയാൻ പോലും പറ്റില്ല, ഒന്ന് കണ്ടാലേ പറ്റൂ. നിങ്ങൾ വഴി വിട്ടുകൊടുത്തവർ, നിങ്ങൾ സ്ഥലം വിട്ടുകൊടുത്തവരാണോ റോഡ്? ഇവിടെ എത്ര പേരുണ്ട് കിടപ്പ് രോഗികളായിട്ട്? ഇവിടെ ഈ നടക്കാൻ മേല ഞാൻ, പിന്നെ ഒരു കിടപ്പുണ്ട്. ഈ അസുഖമൊക്കെ വരുമ്പോ എന്താ ചെയ്യുന്നത്? അത് ഒരുപാട് പേരോട് ചുമന്നാണ് റോഡിലോട്ട് കൊണ്ടുപോകുന്നത്. വണ്ടി എടുത്ത് വണ്ടിയുടെ ഈ ഇടത്തൊക്കെ സംവിധാനം എടുത്താണ് റോഡിലോട്ട് കൊണ്ടുപോകുന്നത്. ഈ വഴിയില്ലാത്തത് ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട്. വലിയ പ്രശ്നം ഞങ്ങൾക്ക് ഒരു വിധത്തിലും പറ്റാത്ത പ്രശ്നം വഴിയില്ലാത്ത. ഇതിനകത്തൊരു ഒറ്റപ്പെട്ടു പോയ അവസ്ഥയാണല്ലേ? ഫോറസ്റ്റ് വീട്ടുകാർ ഞങ്ങൾ ഒറ്റപ്പെട്ടു. ഞങ്ങളുടെ കുഞ്ഞുമക്കള് മൊത്തം നീന്തി പതച്ചാലേ അവർക്ക് സ്കൂളിൽ എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ. റോഡിന് വേണ്ടിയിട്ട് ഇപ്പൊ 5 വർഷത്തിന് മുകളിലായി. നേരത്തെ ഞങ്ങൾ നിർബന്ധം പിടിച്ചില്ല, എന്ന് വെച്ചാൽ ഞങ്ങളുടെ മക്കളൊക്കെ പഠിക്കായിരുന്നു. ഇപ്പൊ പിള്ളേരൊക്കെ ഒരുമാതിരി ആയി, എന്നിട്ട് ഇവര് തരുന്നില്ല. അപ്പോഴാണ് ഇപ്പൊ ഞങ്ങളെല്ലാരും രോഗികളാണ്. കടന്നു വന്ന ആ വഴിയിൽ ഉള്ള വീടുകൾ കഴിഞ്ഞാൽ, അതായത് ആ വീടുകളൊക്കെ തന്നെ വഴിക്ക് സ്ഥലം വിട്ടുകൊടുത്തവരാണ്. ആ വീടുകൾ കഴിഞ്ഞാൽ വീണ്ടും റിസോർട്ടിന്റെ പ്രോപ്പർട്ടി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്താണ്
വീണ്ടും റിസോർട്ടിന്റെ പ്രോപ്പർട്ടി വരുന്നത്. അതിനകത്ത്, അതായത് ഈ പ്രോപ്പർട്ടിക്കകത്ത് നിൽക്കുന്ന 2 വീടുകളാണ് നമ്മൾക്ക് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഈ വീടുകൾ. അപ്പോൾ ഇവിടെ അവർ മതിൽ കെട്ടി അടച്ചാൽ ഈ 2 വീട്ടുകാർ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലാണ് ഓരോ ഇടങ്ങളിലും. അങ്ങനെ ആദ്യഘട്ടങ്ങളിൽ ഇതിനകത്ത് ഈ കോമ്പൗണ്ട് ചുറ്റും അവരുടെ പ്രോപ്പർട്ടി, റിസോർട്ടിന്റെ പ്രോപ്പർട്ടി വരികയും അതിനകത്ത് പെട്ടുപോവുകയും ചെയ്ത ആളുകളാണ് പെട്ട വിലയ്ക്ക് ഇവർക്ക് സ്ഥലം വിറ്റ് മാറേണ്ടി വന്നവർ. അങ്ങനെ മാറാതെ പിടിച്ചു നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ കാണുന്ന ഈ 2 വീടുകൾ. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം റിസോർട്ട് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്ത് കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ആ പ്രോപ്പർട്ടി ഉൾപ്പെടെ റിസോർട്ട് ഉടമകൾ അവരുടെ പേരിലേക്ക് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ഒരു സ്ഥലത്തെ എങ്ങനെയാണ് കവർ ചെയ്ത് അവര് ബാക്കിയുള്ളവരെ സമ്മർദ്ദം ചെലുത്തി ശ്വാസം മുട്ടിച്ച് ആളുകളിൽ നിന്ന് ആ സ്ഥലം കൈക്കലാക്കുന്നത് എന്നുള്ളതിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാകുന്നത്. ഞങ്ങൾക്ക് പഠിക്കുന്ന 3 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾക്ക് അവർക്ക് പോകാൻ പോലും ഒരു വഴിയില്ല. ഇപ്പം ഞങ്ങൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. ഞങ്ങൾക്കിപ്പോൾ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും അവരെ കൊണ്ട് ഒരു വഴി പോലും, ഞങ്ങൾ ഒരു ഓട്ടോ പോലും കടന്നു വരാനുള്ള വഴി ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. കിഴക്കോട്ട് ഇപ്പോൾ വടക്കോട്ടുള്ള വഴി ഇവർ തടുത്തിട്ട് ഞങ്ങൾക്കിപ്പോൾ ഈ മതിലൊക്കെ കെട്ടിയടച്ചിട്ട് ഞങ്ങൾ ശ്വാസം മുട്ടിയാണ് ഞങ്ങളെല്ലാവരും. കുട്ടികൾ കടന്നു വന്ന വഴി കണ്ടു കാണുമല്ലോ. അതായത് ഈ ഒരു പാലത്തിൽ 2-3 കോൺക്രീറ്റ് ബീമുകൾ പോലെ വാർത്തിട്ടേക്കുന്ന ഈ ഇതിലൂടെയാണ് കുട്ടികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയാ? മഴക്കാലമായാലും ഈ തോടിന്റെ കൂടെ എങ്ങനെയാ പോക്കൊക്കെ? ഭയങ്കര പാടാണ്. ഈ നീന്തിയൊക്കെ കാണത്തില്ല, ചിലപ്പോ തോട്ടിലൊക്കെ വീഴും. മഴക്കാലമാണ്. എങ്ങനെയാ മക്കളെ, എല്ലാ ദിവസവും നിങ്ങൾ സ്കൂളിൽ പോകാറുണ്ടോ? ദിവസം മഴ കൂടുതലുള്ള സമയത്ത് പോകത്തില്ല. എങ്ങനെയാ നിങ്ങളുടെ ഒരു യാത്ര എങ്ങനെയാ സ്കൂളിലൊക്കെ? സ്കൂളിൽ അവിടം വരെ വെള്ളം നിറഞ്ഞു കിടക്കും. ഇങ്ങനെ ഏതാ പടിഞ്ഞാറ് ചേച്ചി വന്ന ഭാഗത്തോട്ട് വെള്ളം നിറഞ്ഞു കിടക്കും. ആ പാലത്തിന് അങ്ങോട്ട് ഇവിടം വരെ നിറഞ്ഞു കിടക്കും. വാൻ്റെയൊക്കെ കിരി വെച്ചിട്ടിങ്ങനെ നടന്നിങ്ങനെ പോകും. അതുപോലെ വെള്ളത്തിൽ പോകാം. അതുപോലെ ഈ ഭാഗം മുഴുവൻ അങ്ങ് കാട് പിടിച്ച് കിടക്കുവാണല്ലോ. കാട് പിടിച്ച് കിടക്കേ, പാമ്പൊക്കെ ഉണ്ടെങ്കിൽ അറിയത്തില്ല വെള്ളത്തിൽ കിടക്കും. ആണല്ലോ. എങ്ങനെയാ അച്ഛനമ്മയാണോ കൊണ്ടാക്കുന്നതൊക്കെ? തന്നെ പോവും. ഒരു കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പോവോ? രാത്രിയൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വരാറുണ്ട് ഇതിൽ കൂടെ? ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷെ നടന്നിട്ടില്ല, നടക്കുന്നില്ല. തടസ്സങ്ങളാണ്. ഇത്രയും ജനങ്ങൾ വീട് സ്ഥലം വിട്ടുകൊടുത്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വഴി കിട്ടുന്നില്ല? ഇല്ല, വഴിയില്ല. ഇവിടെ ഒരു കിഴക്കോട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല, ഇരുട്ടാണ്. ഞങ്ങൾക്ക് രാത്രി ഇരുണ്ട ദേവാലയങ്ങളിലെ കർമ്മത്തിന് പോകാൻ പോലും ഞങ്ങൾക്ക് പറ്റത്തില്ല. ഈ കുഞ്ഞുമക്കളൊക്കെ ഇതിലെ കൂടെ ആണ് പോകുന്നത്? ഇരുട്ടത്ത് കുഞ്ഞുമക്കളെല്ലാം ഇതിലെ കൂടെയാണ് പോണേ. ഞങ്ങൾ കടത്തിവിടും ചിലപ്പോഴൊക്കെ, പിന്നെ റോഡിലോട്ടൊക്കെ ആക്കി കൊടുക്കും, അത്രയൊക്കെ ഉള്ളു. ഇവരുടെയൊക്കെ വീട്, കുട്ടികളുടെയൊക്കെ വീട് പടിഞ്ഞാററ്റാണോ? പടിഞ്ഞാററ്റം. അങ്ങ് തീരപ്രദേശത്ത് നിന്ന് ഇങ്ങോട്ടുള്ള പിള്ളേരെല്ലാം ഉണ്ട് കിഴക്കോട്ട്. എല്ലാരും പോണ വഴിയാണ്. അതെ, ആയിരക്കണക്കിന് ജനത്തിന്റെ വഴിയാണിത് പണ്ടേ മുതലേ. മറ്റേ വഴി അവർ അടയ്ക്കുമെന്ന് പറഞ്ഞു. ഇപ്പുറത്തെയും കൂടെ കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നെ ഒരു വഴിയില്ല? ഇല്ല, ഞങ്ങൾക്ക് വഴിയില്ല. പിന്നെ അതല്ലേ, അതാണ് ഇങ്ങനെ രക്ഷകർത്താക്കള് ഇവിടെ കാത്തിരിക്കുകയാണ്. ഈ കുട്ടികൾ കടന്നു വരുന്ന പാലം എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു പാലമാണ്. പക്ഷെ അത് നമ്മൾ പഞ്ചായത്ത് അധികൃതരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പണിയാൻ ഉള്ള ഒരു കൺസെന്റ് ഈ സ്ഥലം വിട്ടു നൽകാമെന്ന് പറയുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന അതിര് റിസോർട്ടിന്റെ ആണ്. ഇടയ്ക്ക് വീടുകൾ കഴിഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും ഏക്കറുകളോളം ഇങ്ങോട്ട് സ്ഥലം കിടക്കുവാണ് കിഴക്കേ അറ്റം വരെ. അപ്പോൾ അവരുടെ ഒരു കൺസെന്റ് കൂടെ ഈ സൈഡിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഈ പാലം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുമെന്നുള്ളതാണ്. വർഷങ്ങളായിട്ട് ഈ കുഞ്ഞുങ്ങളും ഈ ഇരിക്കുന്ന മനുഷ്യരും ഉൾപ്പെടെയുള്ളവർ ദുരിതം അനുഭവിക്കുകയാണ്. ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ പൊള്ളയത്തെ ഈ ഭാഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അധികൃതർ ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് പോകും എന്നുള്ളത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഇവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട്. അവർ ഗതികെട്ട ഒരു അവസ്ഥയിലാണ് അത്തരത്തിലൊരു സമരത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ മനുഷ്യർ വ്യക്തമാക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തീർച്ചയായും എന്തായാലും കുട്ടികളും
വയോധികരും ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ആശ്വാസത്തിന്റെ ഒരു കണികയായിരിക്കുകയാണ് ന്യൂസ് 18 വാർത്തയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഇടപെടലും. അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തിനു മേൽ ഉയർന്നിരിക്കുന്ന വലിയ ഭീഷണിയാണ്. അത് മാറിക്കിട്ടണം എന്നതാണ് അവരുടെ ആഗ്രഹം. എന്തായാലും ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകാനും ഭരണകേന്ദ്രങ്ങളിൽ ആ ശബ്ദം എത്തിക്കുവാനും കഴിയുന്ന മാധ്യമ ശക്തിയാകാൻ ഈ വിഷയത്തിൽ ന്യൂസ് 18 കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ കൂടി അതാണ് തെളിയുന്നത്. എന്തായാലും അതാണ് ഞങ്ങളുടെ ചാരിതാർത്ഥ്യവും. എന്തായാലും ആ ജനങ്ങൾക്ക് നീതി കിട്ടുന്നതും വരെ അവർക്കൊപ്പം ഉണ്ടാകും. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന കോഴിക്കോട് സ്വദേശിയായ 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ ഫിലിപ്പ് മമ്പാടിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടു. അതീവ ഗുരുതരമായ കുറ്റകൃത്യമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പോലീസ് ID കാണിച്ചാണ് ഫിലിപ്പ് മമ്പാട് ഹോട്ടലിൽ റൂം എടുത്തത്. അതിജീവിതയുടെ വീട്ടിൽ പോയി ഫിലിപ്പ് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നുവെന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതീവ ഗുരുതരമായ വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഈ കേസെന്ന് നോക്കിയാൽ മോട്ടിവേഷൻ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാട് സമൂഹമാധ്യമങ്ങളിലടക്കം നിരവധി വീഡിയോകൾ പങ്കുവച്ചിരുന്നു. ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് ആദ്യം വരുമ്പോൾ ഈ അറസ്റ്റൊക്കെ വന്നപ്പോൾ തന്നെ പല വിധത്തിൽ ആളുകൾ അതിൽ അഭിപ്രായം പറയുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. കുടുക്കാനുള്ള നീക്കം എന്നൊക്കെ വരെ പറഞ്ഞവരുണ്ട്. നിരപരാധിയാണെന്നും കേസ് വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്നും ഫിലിപ്പ് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ എത്രമാത്രം ഗൗരവമുള്ള കേസാണ് ഇത് എന്ന് വെളിപ്പെടുകയാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ. ഇതിൽ വ്യാജ ID കാർഡ്, പോലീസിൽ നിന്ന് VRS എടുത്തു പോയ വ്യക്തി വ്യാജ ID കാർഡ് ഉപയോഗിച്ചാണ് ഈ റൂം ബുക്ക് ചെയ്തതെന്ന് വരുമ്പോൾ ഇയാൾ ഇത് എന്തിന് സൂക്ഷിച്ചു, എന്തിനിത് ദുരുപയോഗം ചെയ്തു എന്ന വളരെ ഗുരുതരമായ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. എന്താണ് ഈ സംഭവം എന്ന് നോക്കിയാൽ കോഴിക്കോട് ചേവായൂർ പോലീസിൽ നൽകിയ പരാതിയിലാണ് ഫിലിപ്പ് അറസ്റ്റിലാകുന്നത്. നിലമ്പൂർ ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നേതൃത്വത്തിലാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് ഈ കുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത്. തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേന ചേവായൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പെരിന്തൽമണ്ണ SI ആയിരുന്ന ഫിലിപ്പ് 1 വർഷം മുൻപാണ് ലഹരി വിരുദ്ധ ക്ലാസുകൾ നടത്താനായി സ്വയം വിരമിച്ചത്. കൗൺസിലിംഗ് നടത്തുന്നതിനായി മമ്പാട്ടുള്ള ഫിലിപ്പിന്റെ വീട്ടിൽ രക്ഷിതാക്കൾ കൊണ്ടാക്കിയതിനെ തുടർന്നാണ് അതിജീവിത അവിടെ താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 3 രക്ഷിതാക്കളുടെ അറിവില്ലാതെ ഈ പെൺകുട്ടിയെ കാസർഗോഡ് കൊണ്ടുപോയെന്നും കാഞ്ഞങ്ങാടുള്ള സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്ത് പല തവണകളായി ഈ ലൈംഗികാതിക്രമം നടത്തിയെന്നുമാണ് ഈ കേസിൽ പറയുന്നത്. കാരശാലിലെ വീട്ടിൽ നിന്ന് ഇരുവരും ഒന്നിച്ചു പോയതായി ഫിലിപ്പ് തന്നെ പോലീസിനോട് സമ്മതിച്ചിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന വിവരങ്ങൾ അതീവ ഗുരുതരമാണ്. 2022 സെപ്റ്റംബറിലാണ് ഈ ലൈംഗിക അതിക്രമം നടന്നത്. കരുതിക്കൂട്ടിയാണ് 16-കാരിയെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചതെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി തന്നെ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയതാണ്. മോട്ടിവേഷൻ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നു എന്നാണ് കുട്ടിയെ പറഞ്ഞ് ധരിപ്പിച്ചത്. പോലീസ് ID കാർഡ് കാണിച്ചാണ് ഫിലിപ്പ് മമ്പാട് ഹോട്ടലിൽ റൂം എടുത്തത്. സമൂഹത്തിൽ സ്വാധീനമുള്ള പ്രതി മനഃപൂർവ്വം ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇത് എന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇയാൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇത്തരക്കാർക്ക് ജാമ്യം നൽകിയാൽ അത് നിയമവ്യവസ്ഥയെ സമൂഹം സംശയത്തോടെ കാണാൻ ഇടയാക്കും. പ്രതി വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഈ പ്രതിയെ പുറത്തുവിട്ടാൽ സാക്ഷികളെ ഉൾപ്പെടെ സ്വാധീനിക്കാനുള്ള ശ്രമമുണ്ട്. മാത്രവുമല്ല കുട്ടിയുടെ വീട്ടിൽ എത്തി ഇയാൾ ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, അതിന് സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രവുമല്ല ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാമ്യം നൽകരുത് എന്ന അതിശക്തമായ വാദം അന്വേഷണ സംഘം ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. അതിജീവിതയുടെ വീട്ടിൽ പോയി ഫിലിപ്പ് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ സ്വാധീനം ഉപയോഗിക്കാനുള്ള ശ്രമം ഇതിനോടകം തന്നെ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇതിലിപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇയാൾ എന്തുകൊണ്ട് ഈ ID കാർഡ് ഈ രീതിയിൽ ദുരുപയോഗം ചെയ്തു എന്നതാണ്. ഈ VRS എടുക്കുമ്പോൾ തന്നെ ഒന്നുകിൽ ഇത് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്, ആ ഘട്ടത്തിൽ അത് തിരിച്ചേൽപ്പിക്കാതിരുന്നോ, അത് തിരിച്ചു വാങ്ങുന്നതിൽ വീഴ്ച സംഭവിച്ചോ, അല്ലെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകൾ ഇയാൾ കയ്യിൽ കരുതിയിരുന്നോ, ആ കാർഡുകൾ ഉപയോഗിച്ച് ആ ID കാർഡ് ഉപയോഗിച്ച് ഇയാൾ ഇതിനു മുൻപും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ നിരവധി സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വളരെ ഗൗരവം ഉള്ള വിഷയമായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. മാത്രവുമല്ല ഇയാൾ
വളരെ കരുതിക്കുട്ടി മനഃപൂർവ്വം ഈ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയും പലതവണ ഈ കുട്ടിയെ ഈ രീതിയിൽ ഉപദ്രവിക്കുകയുമായിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇത് ആദ്യത്തെ സംഭവമാണോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ വിശദമായ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറച്ചുകൂടി വർദ്ധിക്കുന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ. ഇയാൾ വളരെ കരുതിക്കൂട്ടി ചെയ്ത സംഭവമാണ് ഇത് എന്നത് വ്യക്തമാവുകയാണ്. ലഹരിക്കെതിരെ പോരാടിയും ജീവിത വിജയത്തിനുള്ള മോട്ടിവേഷൻ നൽകിയുമൊക്കെ പൊതുസമൂഹത്തിൽ വിശ്വാസം പിടിച്ചുപറ്റിയ ഒരാളാണ് ഇന്ന് പോക്സോ കേസിൽ ഇതുപോലെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. സമൂഹത്തിന് മാതൃകയാകേണ്ടവർ തന്നെ ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് അതീവ ഗൗരവതരമായ കാര്യമാണ്. നന്മയുടെ മുഖം മൂടി അണിഞ്ഞെത്തുന്ന ഇത്തരക്കാരെ തിരിച്ചറിയാൻ ജാഗ്രത വേണമെന്ന വലിയൊരു പാഠം കൂടിയാണ് ഈ കേസ് നമുക്ക് നൽകുന്നത്. നിയമം അതിന്റെ ഏറ്റവും കർശനമായ രീതിയിൽ നടപ്പിലാക്കപ്പെടുമെന്നും ഇരയ്ക്ക് നീതി ലഭിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയ വളാഞ്ചേരി സ്വദേശി മൊയ്തീൻ കുട്ടിയിൽ നിന്ന് NIAക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ആയുധ പരിശീലന വിഭാഗം കോർഡിനേറ്ററുമായിരുന്ന മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൊയ്തീൻ കുട്ടിയെ കൊച്ചി വിമാനത്താവളത്തിൽ വെച്ചാണ് NIA ഇന്നലെ അറസ്റ്റ് ചെയ്തത്. കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇയാളിൽ നിന്ന് NIA ചോദിച്ചറിഞ്ഞ വിവരങ്ങളുണ്ട്. ഒപ്പം ഇനിയും ഇയാളിൽ നിന്ന് ലഭിക്കേണ്ടുന്നതായ നിരവധി വിവരങ്ങളുണ്ട്. അതിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് NIA. ഭീകരപ്രവർത്തനങ്ങളും അക്രമങ്ങളും നടത്തുന്നതിന് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഫണ്ട് സ്വരൂപിക്കുന്നതിലും ഉള്ള പങ്കിനെ സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ NIAക്ക് ലഭിച്ചിട്ടുള്ളത്. 2047ഓടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുത്ത യുവാക്കൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്ന് NIA വ്യക്തമാക്കുന്നുണ്ട്. മൊയ്തീൻ കുട്ടി മാസ്റ്റർ ട്രെയിനർ ആണ് എന്നതാണ് NIA വ്യക്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തുടനീളം 10 വർഷമാണ് ഇയാൾ ആയുധ പരിശീലനം നടത്തിയത്. 100-ലേറെ യുവാക്കൾക്ക് ഇയാൾ ആയുധ പരിശീലനം നൽകിയിട്ടുണ്ട് എന്നതാണ് NIAയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. വളാഞ്ചേരിയിൽ ഇയാൾ ഒരു ആക്രിക്കട നടത്തി വരികയായിരുന്നു. സംഘടന ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതോടുകൂടി തന്നെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്, ഒളിവിൽ പോവുകയാണ്, UAEയിലേക്ക് കടന്നു എന്നതാണ് NIA ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷമായി ഇയാൾ UAEയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അപ്പോഴും ഇയാൾക്ക് വല വിരിച്ച് NIA കാത്തിരുന്നു. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് NIA 7 ലക്ഷം രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. മൊയ്തീൻ കുട്ടിയുടെ UAEയിലേക്ക് കടക്കാൻ ഇയാൾക്ക് സഹായം ലഭിച്ചത് ആരിൽ നിന്ന്, എവിടെ നിന്നൊക്കെ സഹായം ലഭിച്ചു, ഈ ആയുധ പരിശീലനത്തിന് സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത് ആരൊക്കെയാണ് ഈ രീതിയിൽ ഇയാൾ ആയുധ പരിശീലനം നൽകിയിട്ടുള്ളത്, ഈ ആയുധ പരിശീലനം കിട്ടിയവർ ഏതൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള PFI ഉൾപ്പെട്ടിട്ടുള്ള സംഭവങ്ങളിൽ ഇയാളിൽ നിന്ന് ആയുധ പരിശീലനം ലഭിച്ചവർ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിരവധി വിവരങ്ങളാണ് NIAക്ക് ഇയാളിൽ നിന്ന് ചോദിച്ചറിയാനുള്ളത്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് NIAയുടെ നീക്കം ഇപ്പോൾ നടക്കുന്നത്. PFI കേസിലെ 70ാമത്തെ പ്രതിയാണ് ഇയാൾ. അധ്യാപകന്റെ കൈവെട്ടിയ കേസിലും ഇയാൾ പ്രതിയാണ് എന്നതാണ് NIA പറയുന്നത്. അപ്പോൾ NIAക്ക് ഇനിയും ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്. ഇയാൾ ഈ സംഘടന നിരോധിക്കുന്നു എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ ഇയാൾക്ക് മുൻകൂട്ടി വിവരം ലഭിക്കുകയും ഇയാൾക്ക് UAEയിലേക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങുകയുമായിരുന്നു. അപ്പോൾ ഇയാളുടെ UAEയിലെ ബന്ധങ്ങൾ എന്തൊക്കെയാണ്, ഇയാളെ UAEയിലേക്ക് കടക്കാൻ സഹായിച്ചത് ആരൊക്കെയാണ്, ആയുധ പരിശീലനത്തിന് സാമ്പത്തിക സഹായം എവിടെ നിന്നൊക്കെ ലഭിച്ചു എന്നതാണ് അറിയേണ്ടത്. ഇത്രയധികം റഡാറിൽ നിൽക്കുമ്പോൾ പോലും ഇയാൾ കേരളത്തിലേക്ക് എത്തുകയും അന്വേഷണ സംഘത്തിന്റെ പിടിയിലാവുകയുമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് തിരികെ എത്താനും ആരൊക്കെ സഹായം നൽകിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ NIA വിവരം ശേഖരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് NIA ഇപ്പോൾ ഉള്ളത്. ഇവർ ഇയാളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പരിശീലനം, അതുവഴി നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ, അതിൽ ഇയാൾ പരിശീലിപ്പിച്ച എത്ര പേർക്ക് പങ്ക് തുടങ്ങിയ കാര്യങ്ങൾ കൂടി വിശദമായി അറിയാനുള്ള നീക്കമാണ് NIAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നതാണ് NIA ഇപ്പോൾ പറയുന്നത്. 2047ഓടുകൂടി ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുത്ത യുവാക്കൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് എന്നതാണ് NIA ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് NIA വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം.
എന്തായാലും സംഘടന നിരോധിക്കുന്ന വിവരം ലഭിച്ച ഉടൻ തന്നെ രാജ്യം വിട്ട വ്യക്തിയാണ്. അത്രമാത്രം വലിയ സഹായങ്ങൾ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് NIA ഉൾപ്പെടെ മനസ്സിലാകുന്നത്. PFI കേസിലെ 70-ാം പ്രതിയാണ്. അധ്യാപകന്റെ കൈവെട്ടിയ കേസിലും ഇയാൾ പ്രതിയാണ് എന്ന് പറയുന്നു. PFI കേസിൽ മുഹമ്മദ് മൻസൂർ, അബ്ദുൾ വഹാബ്, അബ്ദുൾ റഷീദ്, മുഹമ്മദ് യാസർ അറാഫത്ത്, TA അയൂബ് എന്നിവർ കൂടി പിടിയിലാകാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇവർക്കായി 2024 NIA ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിലും ഇവരെ കണ്ടെത്തുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ നിർണായക വിവരങ്ങൾ ഇപ്പോൾ അറസ്റ്റിലായ മൊയ്തീനിൽ നിന്ന് ലഭിക്കും എന്നതാണ് NIA മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു നിർണായക കണ്ണിയാണ് ഈ മൊയ്തീൻ എന്ന് പറയുന്ന വ്യക്തി. മലപ്പുറത്തെ പോക്സോ കേസ് ഇര എടവണ്ണപ്പാറ സ്വദേശിനിയുടെ ദുരൂഹ മരണം കഴിഞ്ഞ് 2 വർഷം പിന്നിടുമ്പോഴും അതിന്റെ കാരണത്തെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തതയായിട്ടില്ല. 2024 ഫെബ്രുവരി 19-നായിരുന്നു എടവണ്ണപ്പാറ സ്വദേശിനിയായ 17-കാരിയെ ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തന്നെ ലൈംഗികമായി ഉപദ്രവിച്ച കരാട്ടെ അധ്യാപകനെതിരെ മൊഴി നൽകാനിരിക്കെയാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം അന്വേഷിച്ച പോലീസും ക്രൈംബ്രാഞ്ചും ഇത് ആത്മഹത്യയാണെന്ന നിഗമനത്തിലെത്തിയപ്പോൾ 17-കാരിയുടേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് കുടുംബം. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇവർ. ആരെയോ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസും ക്രൈംബ്രാഞ്ചുമെന്ന് ഇവർ ആരോപിക്കുന്നു. ആരോപണ വിധേയനായ പോക്സോ കേസിലെ പ്രതിയായ കരാട്ടെ അധ്യാപകൻ B സിദ്ദിഖലി ഇപ്പോഴും റിമാൻഡിലാണ്. പോക്സോ കേസിലെ വിചാരണ തുടരുന്നു. 2 വർഷത്തിനിപ്പുറം കുടുംബം ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രം: മകൾക്ക് നീതി കിട്ടണം. ഞങ്ങളുടെ പ്രതിനിധി CB അനുമോദ് ആ കുടുംബത്തെ കണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2024 ഫെബ്രുവരി 19-ാം തീയതിയാണ് ചാലിയാറിൽ ഒരു 17-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മിടുക്കിയായിരുന്നു അവൾ. കരാട്ടെ അധ്യാപകൻ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന പരാതി ആ അധ്യാപകനെതിരെ പോലീസുകാർക്ക് പോലീസ് സ്റ്റേഷനിലെത്തി എഴുതി കൈമാറിയതായിരുന്നു അവൾ. ആ പരാതിയിൽ വിശദമായ മൊഴി നൽകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അവളുടെ മരണമുണ്ടായത്. കേസ് അന്വേഷിച്ച പോലീസ് ഇതൊരു ആത്മഹത്യയാണെന്ന് വിധി എഴുതി. കുടുംബം അത് കൊലപാതകമാണെന്ന് സംശയം രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. പക്ഷേ ഇപ്പോഴും ഈ കേസിൽ നീതി ലഭിച്ചിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. ഈ പെൺകുട്ടിയെ അതിക്രമം നടത്തിയയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. പോക്സോ കേസിൽ അയാൾക്കെതിരെയുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ പെൺകുട്ടിയുടേത് ആത്മഹത്യയാണെന്ന വിലയിരുത്തലാണ് നിയമ സംവിധാനങ്ങളുള്ളത്. എന്നാൽ അത് അങ്ങനെയല്ല എന്നാണ് കുടുംബം പറയുന്നത്. നമ്മോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളാണ് ചേരുന്നത്. എന്തുകൊണ്ടാണ് ഇത് ആത്മഹത്യയല്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയാൻ കാരണം? ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അവൾ അത്തരത്തിലുള്ളൊരു കുട്ടിയുമായിരുന്നില്ല. കരാത്തെ അധ്യാപകനെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായി എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം അയാൾക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകുകയാണ് ഇങ്ങനെയൊരു മരണം സംഭവിക്കുന്നത്. അത് കൊലപാതകമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിൽ ആദ്യഘട്ടം മുതൽ ഇതൊരു ആത്മഹത്യയാക്കാൻ പലരും ശ്രമിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? മരണം നടന്ന ഉടൻ തന്നെ ഇത്രയേറെ ഒരുപാട് ദുരൂഹതകൾ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ, അതായത് അന്നേ ദിവസമെന്ന് പറയുന്ന പോലെ തന്നെ ഇതൊരു ആത്മഹത്യയാണെന്നുള്ള പ്രചാരണം പല ഭാഗത്തു നിന്നും ഉണ്ടാവുകയായിരുന്നു. പോലീസും ഒന്നിനും കാത്തു നിൽക്കാതെ, ഒരു റിപ്പോർട്ടുകൾക്കും കാത്തു നിൽക്കാതെ, ഒരു അന്വേഷണവും നടത്താതെ ഇതൊരു ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്രയും പെട്ടെന്ന് പോകുന്ന രീതിയിലായിരുന്നു നമ്മൾ കണ്ടത്. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിൽ സംശയമുള്ളതായിട്ട് തോന്നുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടിയൊരു പരാതി കൊടുത്തിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ധൈര്യപൂർവ്വം നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുന്നത്. കുട്ടിയെ വൈകുന്നേരം 6:30 പെട്ടെന്ന് വീട്ടിൽ നിന്ന് കാണാതാവുന്നത്. കേസ് കൊടുക്കാൻ വേണ്ടി, അതായത് FIR ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണെന്നും കൂടി ഓർക്കണം. അങ്ങനെ പിന്നെ 7:45 നമ്മൾ ഈ കുട്ടിയെ ചാലിയാർ പുഴയിലെ മുട്ടുങ്ങൽ കടവിൽ നിന്ന് കണ്ടെത്തുമായിരുന്നു. ഈ കുട്ടീനെ കണ്ടെത്തുമ്പം അനിയത്തിയുടെ മേത്ത് വസ്ത്രമില്ലായിരുന്നു. കുപ്പായമില്ലാത്ത രീതിയിൽ അർദ്ധനഗ്നയായിട്ടായിരുന്നു കുട്ടീനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഈ മരിച്ചു കിടക്കുന്ന കടവിൽ ഒട്ടും വെള്ളമില്ലായിരുന്നു. അതായത് ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്യാൻ വെള്ളമില്ലാത്ത അത്രയും വെള്ളം കുറവുള്ള ഒരു സ്ഥലത്താണ് കുട്ടി മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കുട്ടി മരിച്ച് കരക്കടിഞ്ഞ് പൊങ്ങുക എന്നുള്ളത് അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരിക്കലും ഇപ്പം വെള്ളത്തിൽ പോയി മരിക്കുന്ന ഒരു മനുഷ്യൻ പോലും എപ്പോഴാണ് കരക്കടിയുന്നത്, എപ്പോഴാണ് പൊങ്ങുന്നതെന്നൊക്കെ സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കറിയാം. പക്ഷേ ആറരക്ക് കാണാതായ കുട്ടിയെ നമ്മൾ കാണുന്നത് ചാലിയാർ പുഴയുടെ മുട്ടുങ്ങൽ കടവിൽ കിടക്കുന്നതാണ്. കടവിലാണ്, ഒട്ടും വെള്ളമില്ലാത്ത സ്ഥലത്ത്. കുട്ടിയുടെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. കുട്ടിയുടെ കൈ രണ്ടും മുന്നോട്ടേക്ക് വെച്ചിട്ട് കെട്ടിയിട്ട് കെട്ടൂരിയ രീതിയിലായിരുന്നു. പിന്നെ ഏതൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു തട്ടിപ്പടക്കാനുള്ള ശ്രമമെങ്കിലും അവിടെ നടത്തും. പക്ഷെ കുട്ടിയുടെ 2 കാലിലെ ക്രോക്സ് ചെരുപ്പും അഴിയാതെ കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ എല്ലാ ഘട്ടത്തിലും ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് തുടക്കം മുതലേ ഞങ്ങൾ ഉറച്ചു പറഞ്ഞതാണ്. ഇതൊന്നും കൂടാതെ തന്നെ കുട്ടി ആ ദിവസത്തിൽ കുട്ടി കടവിലേക്ക് പോകുന്നതും ഇവളെ ഏകദേശം അതേ സമയത്ത് തന്നെ അപരിചിതരായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് പോകുന്നതൊക്കെ കണ്ട ദൃക്സാക്ഷികൾ മൊഴി നൽകിയതാണ്. എന്നിട്ട് പോലും ആ വിഷയങ്ങളിലൊന്നും ഒരു സത്യസന്ധമായ അന്വേഷണം നടന്നില്ല എന്നുള്ളതാണ്. ഇത് ആത്മഹത്യയാക്കി തീർക്കണമെന്നുള്ള രീതിയിലായിരുന്നു ഇവിടെ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു പോയത്. നമ്മൾ 1-ാമത്തെ ദിവസം മുതൽ ഇതൊക്കെ പറഞ്ഞിട്ടും അതൊക്കെ തള്ളിക്കളയുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. കുട്ടിയുടെ ശരീരത്തിൽ അക്രമത്തിനിരയായതിൻ്റെ പരിക്കുകൾ എന്തെങ്കിലും, അതായത് തലയ്ക്കടിയേറ്റതിൻ്റെ ബോധം പോകാൻ കാരണമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായതിൻ്റെ പരിക്കുകൾ എന്നുള്ളതായിട്ട് പ്രാഥമികമായിട്ട് കണ്ടെത്തിയിരുന്നു? ഉണ്ടായിരുന്നു. കുട്ടിയുടെ ശരീരത്തിൽ പലയിടത്തും മുറിവിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കുട്ടിയുടെ മൂർത്താവിൽ അടിയേറ്റ പാടുണ്ട്. ഇതൊന്നും ഇൻക്വസ്റ്റിലോ അല്ലെങ്കിൽ പിന്നെയുള്ള പോസ്റ്റ്മോർട്ടത്തിലോ പരിഗണിച്ചില്ല എന്നാണോ? അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കുട്ടി മരിക്കുമ്പോഴുള്ള നമ്മൾ കണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടത്തിൽ ഇതിൽ കുറേ കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ എത്തുമ്പം അതിൽ കുറേ മിസ്സായിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലായിടത്തും ഇടപെടലുകൾ കൃത്യമായിട്ട് മോശം തരത്തിലുള്ള ഇടപെടലുകൾ നടന്ന് എന്നുള്ളതാണ്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഇതിൽ മുങ്ങിമരണം എന്നാണ് കാണിക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിയാണെന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീപോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ അവിടെ? ഇതിൽ കൃത്യമായിട്ടുള്ള അപാകതകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ടുള്ള വേറെ തരത്തിലുള്ള ഇടപെടലുകൾ നടന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം കുട്ടി മുങ്ങി മരിച്ചതല്ല എന്നുള്ളത് കുട്ടിയെ വെള്ളത്തിൽ നിന്ന് കണ്ടെടുക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റു പലതും അവിടെ സംഭവിച്ചിട്ടുണ്ട്. കുട്ടി സ്വയം വെള്ളത്തിൽ പോയതല്ല, കുട്ടി സ്വയം വെള്ളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന രീതിയിൽ ചാടി മരിച്ചതല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം പോരായിക വന്നു എന്ന് കാണിച്ചു ക്രൈംബ്രാഞ്ചിനെ സമീപിച്ചു. അവരുടെ അന്വേഷണം തൃപ്തികരായോ? ഞങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് തുടക്കത്തിൽ പോലീസ് അന്വേഷിച്ചു. ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ മുന്നോട്ട് പോക്ക്. നമ്മൾ എന്ത് പറയുമ്പോഴും ഒന്ന് അന്വേഷിക്കാമെന്ന് പോലും പറയുന്നതിന് പകരം ഒരു നിഗമനത്തിലേക്ക് എത്തുമെന്ന് പറയുന്നത് ഭയങ്കര വേദനയുള്ള കാര്യമായിരുന്നു. പിന്നീട് അന്വേഷിച്ച DYSP അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിലേക്ക് വിട്ടത്. പക്ഷെ അവരും പോലീസിനെ പോലെ തന്നെ മുൻവിധിയോടെ കൂടിയിട്ട് ഇത് അന്വേഷിച്ചിട്ട് ഇതിലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തഴയുന്ന രീതിയിലാണ് മുന്നോട്ട് പോയത്. അപ്പം ഞങ്ങൾ പല ഘട്ടത്തിലും അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നുള്ളത് നമ്മൾ പ്രധാനപ്പെട്ട പല ആൾക്കാരെയും കണ്ടിട്ടും കത്തുകളായിട്ടും ഒക്കെ ഞങ്ങളുടെ പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. ഈ മുൻധാരണയോട് കൂടി, അതായത് ഇത്തരത്തിലൊരു പരാതി കൊടുത്ത ഒരു കുട്ടി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മരിച്ചിട്ടും ആത്മഹത്യ ആക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണമെന്നും ഇതിന് പിറകിലുള്ള വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. CBI അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോടതിയെ സമീപിച്ചില്ലേ അതിന് വേണ്ടിയിട്ട്? ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കേസിൻ്റെ ഈ പോക്സോ കേസിൽ പ്രതിയായ അയാൾ ഇപ്പോഴും റിമാൻഡിലാണ്. ആ കേസിൽ ഈ പോക്സോ പരാതിയിൽ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ? അതിൽ അവർ പോക്സോ കുറ്റപത്രം കൊടുത്തിട്ടാണുള്ളത്. അതിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കേസായിട്ടാണ് കോടതിയിൽ പോയത്. പിന്നെ ഒരുപാട് കേസുകൾ
അനിയത്തിയുടെ മരണശേഷം അയാൾക്ക് വന്നതുകൊണ്ട് പിന്നീട് സുപ്രീം കോടതിയൊക്കെ അയാളുടെ ജാമ്യം തള്ളിയത്, അങ്ങനെ കുറേ സാഹചര്യങ്ങൾ കൊണ്ട് അയാളിപ്പോഴും അകത്ത് ജയിലിൽ ഉണ്ട്. കുടുംബത്തിന് ഇപ്പോൾ ഈ സമയത്ത് പറയാനുള്ളത് ഇക്കാര്യത്തിലൊരു നീതി ലഭിക്കണം, അതിന് CBI അന്വേഷിക്കണം എന്നുള്ളതാണ് അല്ലേ? അതെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട്, സംശയങ്ങളുണ്ട്. ഒന്നാമത്തെ ദിവസം മുതൽ നമ്മൾ ചൂണ്ടിക്കാട്ടിയതെല്ലാം എന്തിനാണ് ഇത്രയും നിർബന്ധപൂർവം ഇതിനൊക്കെ മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിക്കപ്പെടുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു സത്യസന്ധമായ അന്വേഷണം മാത്രം ആവശ്യമുള്ളൊരു കേസായിരുന്നു. പക്ഷേ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ചില ആൾക്കാർ ഇതിലെന്തിനാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ധാരണയില്ല. എന്തായാലും സർക്കാരിന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കോടതിയുടെ ഭാഗത്തുനിന്ന് നീതി കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ കൂടെ പിന്നെ നിയമ സംവിധാനവും സർക്കാരും ഒക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഹൈക്കോടതിയുടെ മുമ്പിലാണ് ഇവരുടെ ഈ അപേക്ഷ ഇപ്പോഴുള്ളത്. ഇക്കാര്യത്തിൽ CBI അന്വേഷിക്കണം. ഇവരാവശ്യപ്പെടുന്നത് നീതിപൂർവമായ ഒരു അന്വേഷണമാണ്. ഇവരുടെ അനിയത്തി ആത്മഹത്യ ചെയ്തതല്ല, അതിന് പിന്നിൽ മറ്റ് ചിലരുണ്ട്, അതൊരു കൊലപാതകമാണ് എന്ന സംശയം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് CBI അന്വേഷിച്ച് ആ മരണത്തിലെ ദുരൂഹതകൾ കണ്ടെത്തണം, നീക്കണം എന്നാണ് ഇവരാവശ്യപ്പെടുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. 2 വർഷമായിട്ടും ആ ദുരൂഹത നീങ്ങുന്നില്ല. അതാണ് കുടുംബം കടന്നു പോകുന്ന സാഹചര്യം. അതിൽ വ്യക്തത കിട്ടുന്ന ഒരു അന്വേഷണം വേണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഓരോ പൗരനും സുരക്ഷയൊരുക്കുക എന്നത് ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെയാണ് ലൈംഗിക അതിക്രമത്തിനെതിരെ പരാതിപ്പെടാനിരുന്ന പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പോക്സോ കേസിലേക്ക് സുരക്ഷ ഉറപ്പാക്കാനാകാത്തതും സ്റ്റേറ്റിന്റെ പരാജയമാണ്. മിടുക്കിയായ പെൺകുട്ടിയുടെ വിയോഗം കുടുംബത്തെ ആകെ തളർത്തിയിരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് നീതി എന്ന അവരുടെ ആവശ്യത്തിന് ന്യായമുണ്ട്. കുടുംബത്തിന് വിശ്വാസയോഗ്യമായ രീതിയിൽ കേസന്വേഷണം നടന്ന് കാര്യങ്ങൾ വ്യക്തമാകണം. ആ കുട്ടിക്കും കുടുംബത്തിനും നീതി ഉറപ്പാക്കണം. പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഇറാനെതിരെ ഏത് നിമിഷവും ഒരു സൈനിക നീക്കത്തിന് അമേരിക്കൻ സൈന്യം സജ്ജമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അന്തിമ അനുമതി നൽകിയിട്ടില്ലെങ്കിലും ഈ ആഴ്ച അവസാനത്തോടുകൂടി ആക്രമണം നടത്താൻ തങ്ങൾ തയ്യാറാണെന്ന് പെന്റഗൺ വൈറ്റ് ഹൌസിനെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഏറ്റവും വലിയ US സൈനിക വിന്യാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നു അമേരിക്ക. സൈനികപരമായി എല്ലാ തയ്യാറെടുപ്പുകളും അമേരിക്ക പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇറാനെതിരെയുള്ള ആക്രമണത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് US സൈന്യം. വലിയ ആയുധ സന്നാഹങ്ങളും സൈനിക വിന്യാസവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ 13 യുദ്ധ കപ്പലുകളാണ് US നാവികസേന വിന്യസിച്ചിരിക്കുന്നത്. ഇതിൽ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള 9 ഡിസ്ട്രോയറുകളും ഉൾപ്പെടുന്നു. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡും അതിന്റെ സ്ട്രൈക്ക് ഗ്രൂപ്പും അറ്റ്ലാന്റിക് കടന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 2 US വിമാനവാഹിനി കപ്പലുകൾ ഒരേ സമയം ഒരു മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന അപൂർവ നടപടി കൂടി നമ്മൾ പശ്ചിമേഷ്യയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാധുനിക യുദ്ധവിമാനങ്ങൾ അവിടേക്ക് എത്തുന്നു എന്ന കാര്യം നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. F-22, F-35, F-15, F-16 തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ വൻ ശേഖരമാണ് ജോർദാനിലെയും സൗദി അറേബ്യയിലെയും താവളങ്ങളിൽ അമേരിക്ക ഇതിനോടകം എത്തിച്ചിരിക്കുന്നത്. ഇവയുടെ സുഗമമായ പ്രവർത്തനത്തിനായി KC-135 ഏരിയൽ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും എയർബോൺ മുന്നറിയിപ്പ് നിയന്ത്രിത സംവിധാനങ്ങളും സജ്ജമായി നിർത്തിയിരിക്കുന്നു. വൻതോതിലുള്ള വ്യോമാക്രമണങ്ങൾ ഏകോപിപ്പിക്കാൻ സഹായിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളും ഇതിനോടകം മേഖലയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. അട്ടിമറിയാണോ അതോ താക്കീതാണോ അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമാകുന്നത്. ഇറാനെതിരെ സൈനിക നടപടി വേണോ എന്ന കാര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആക്രമണം നടത്താൻ തീരുമാനിച്ചാൽ തന്നെ അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തുമായിരിക്കും എന്ന കാര്യത്തിൽ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഇറാനെ നിലവിൽ തകർച്ച നേരിടുന്ന ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കുകയും അവരുടെ മിസൈൽ ശേഷി തകർക്കുകയും ചെയ്യുക എന്നതാണോ അതോ നിലവിലെ ഇറാൻ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുക എന്നതാണോ എന്താണ് ട്രംപിന്റെ പദ്ധതി എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് യാതൊരു സൂചനകളും ഇപ്പോൾ ഇല്ല. ചർച്ചയുടെ വഴി അടഞ്ഞു. ജനീവയിൽ വെച്ച് ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ 2ാം ഘട്ട ആണവ ചർച്ചകൾ നടന്നു. ഒമാന്റെ മധ്യസ്ഥതയിലായിരുന്നു ചർച്ചകൾ.
ചർച്ചകൾ ക്രിയാത്മകമായിരുന്നുവെന്നും പൊതുവായ ചില തത്വങ്ങളിൽ ധാരണയായിട്ടുണ്ട് എന്നുമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചി ഇതിനോട് പ്രതികരിച്ചത്. എന്നാൽ ഉടൻ ഒരു കരാറിലെത്താൻ കഴിയില്ല എന്ന സാഹചര്യവും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി സ്റ്റീവ് വിറ്റ്കോഫും ജെറഡ് കുഷ്ണറുമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അപ്പോൾ ഇന്നലെ ഈ ചർച്ച നടന്നതിന് പിന്നാലെ ചർച്ചയിൽ കരാറിന്റെ പൊതു തത്വങ്ങളിൽ ധാരണയായി എന്ന വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് വരുന്നത്. കരട് രേഖ ഇരു രാജ്യങ്ങളും പരിശോധിക്കും. തുടർന്നുള്ള ചർച്ചകൾക്ക് ശേഷം അന്തിമ കരാറിലേക്ക് പോകും എന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ചർച്ചകൾക്ക് ശേഷം ഉണ്ടായിരുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കരാറിന്റെ ഭാഗമാകുമോ എന്ന് നിലവിൽ വ്യക്തതയില്ല. 2018 അമേരിക്ക പിന്മാറിയ ആണവ കരാറിന് പകരമായി ഒരു പുതിയ ഉടമ്പടിയിലെത്താൻ ഇറാന് സാധിച്ചില്ലെങ്കിലും പോസിറ്റീവായിരുന്നു കാര്യങ്ങൾ എന്നതാണ് ഇന്നലത്തെ റിസൾട്ട്. പക്ഷേ ആ ചർച്ചകൾ പുരോഗമിക്കുമെന്ന സൂചനയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നതെങ്കിൽ ഇതിപ്പോൾ അങ്ങനെയല്ല സാഹചര്യങ്ങൾ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അവിടെ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന്റെ പിന്നിൽ മറ്റ് പല സമ്മർദ്ദങ്ങളുണ്ട് എന്ന സംശയങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. ഈ ഒരു ചർച്ചയുടെ ഘട്ടത്തിൽ നിന്ന് വീണ്ടും ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് പോകുന്നത് ഇസ്രയേലിന്റെ സമ്മർദ്ദം മൂലം എന്ന സംശയങ്ങളാണ് ഉണ്ടാകുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ നടപടികൾ എന്നതാണ് മനസ്സിലാകുന്നത്. ഇവയെല്ലാം ഇറാനെതിരെ ഒരു യുദ്ധസന്നാഹത്തിന് ട്രംപിനെ പ്രേരിപ്പിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. തിരിച്ചടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഇറാൻ. യുഎസുമായി ജനീവയിൽ ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ ഹോർമുസ് കടലിടുക്കിലേക്ക് ഇറാൻ അപ്രതീക്ഷിത മിസൈൽ വർഷം നടത്തിയിരുന്നു. ഇറാന്റെ എലൈറ്റ് റെവല്യൂഷണറി ഗാർഡ് നടത്തിയ സൈനികാഭ്യാസമായിരുന്നു ഇത്. ഇതിനെ തുടർന്ന് മണിക്കൂറുകളോളമാണ് ഹോർമുസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ ഷിപ്പിംഗ് സുരക്ഷ കണക്കിലെടുത്ത് അടച്ചത്. ഇറാന്റെ ആണവ നിലയങ്ങൾ B-20 ബോംബറുകൾ ഉപയോഗിച്ച് നശിപ്പിക്കുമെന്ന US പ്രസിഡന്റിന്റെ ഭീഷണിക്ക് മറുപടിയായിരുന്നു ഈ സൈനികാഭ്യാസം. കഴിഞ്ഞ 47 വർഷമായി ഇറാനെ നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ട്രംപിനത് ചെയ്യാൻ കഴിയില്ല തുടങ്ങിയ സന്ദേശങ്ങൾ ഖമനേയിയിൽ നിന്ന് പുറത്തു വരുന്നത് കൂടി നമ്മൾ കണ്ടു. ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന US-ന്റെ യുദ്ധക്കപ്പലുകൾ കടലിൽ താഴ്ത്തുമെന്ന് ഖമനേയി ഭീഷണി മുഴക്കിയതുമൊക്കെ നമ്മൾ കണ്ടു. 3 പോസ്റ്റുകളാണ് അമേരിക്കയ്ക്ക് ഉള്ള സന്ദേശമെന്ന നിലയിൽ ഖമനേയിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇറാനിലേക്ക് യുദ്ധക്കപ്പൽ അയച്ചു എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും യുദ്ധക്കപ്പൽ എന്നത് അപകടകരമായ സൈനിക സന്നാഹം തന്നെയാണ്. പക്ഷേ യുദ്ധക്കപ്പലിനെ അടിത്തട്ടിലേക്ക് അയക്കാൻ ശേഷിയുള്ള ആയുധമാണ് അതിനേക്കാൾ അപകടകാരി എന്നാണ് ഖമനേയി എഴുതിയിരുന്നത്. അത് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പായിരുന്നു. അപ്പോൾ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചാൽ അതിൽ തിരിച്ചടിക്കാൻ സജ്ജമായി ഇറാനും നിലകൊള്ളുന്നു എന്നതാണ് ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്ക ആക്രമിക്കാൻ മുതിർന്നാൽ ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുക എന്നതായിരിക്കും ഇറാന്റെ ഏറ്റവും വലിയ നീക്കം എന്നതാണ് കരുതുന്നത്. മേഖലയിലെ US സൈനിക താവളങ്ങളെ തകർക്കാൻ ശേഷിയുള്ള വൻ മിസൈൽ ശേഖരം ഇറാന്റെ കൈവശമുണ്ട്. കൂടാതെ തങ്ങളുടെ സഖ്യകക്ഷികളെ ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്താനും ഇറാന് കഴിയുമെന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും വൈറ്റ് ഹൌസ് നീക്കം നടത്തുന്നത് പോലെ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടാൽ പശ്ചിമേഷ്യ മറ്റൊരു രക്തരൂക്ഷിതമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിന് തന്നെ അതൊരു വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിലും സംശയമില്ല. നമുക്കിനി വളരെ വേഗം സൈന്യയാത്രയിലേക്ക് പോകാം. തമിഴ്നാട്ടിലെ മുന്തിരിപ്പാടങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ സായന സവാരി. കമ്പത്തെ മുന്തിരിപ്പാടത്തിലേക്ക്. വിളവെടുപ്പ് സീസണിൽ മാത്രമല്ല ഏത് ദിവസം ചെന്നാലും പഴുത്ത് തുടുത്ത് കിടക്കുന്ന മുന്തിരിക്കുലകൾ അവിടെ നമുക്ക് കാണാമെന്നതാണ് അവിടുത്തെ കമ്പത്തെ പ്രധാന പ്രത്യേകത. കമ്പത്തെ ഈ മുന്തിരിപ്പാടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ പ്രതിനിധി പ്രിൻസ് ജോർജ് ആണ്. അപ്പോൾ റിപ്പോർട്ടിലേക്ക്. കമ്പത്തെ മുന്തിരിപ്പാടത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ സായാഹ്ന യാത്ര. തമിഴ്നാടിന്റെ അതിർത്തി പട്ടണങ്ങളായ പ്രത്യേകിച്ചും ഇടുക്കിയുടെ ചേർന്ന് കിടക്കുന്ന പട്ടണങ്ങളായ കമ്പവും ഗൂഡല്ലൂരും KK-പട്ടിയും ചുരുളിപ്പട്ടിയും ഒക്കെ മുന്തിരി കൃഷിക്ക് വളരെ പ്രശസ്തമാണ്. ഗ്രാമീണ മേഖലയിലെ പ്രധാന ഒരു വരുമാന മാർഗം തന്നെയാണ് മുന്തിരി കൃഷി. ഈ മുന്തിരി കൃഷി മാത്രമല്ല, ഇവിടെ ഈ കാർഷിക രീതികളൊക്കെ സഞ്ചാരികൾക്ക് അനുഭവവേദ്യമാക്കാനുള്ള അവസരം ഇവിടെ കർഷകർ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും കുമളി കമ്പം പാതയിൽ ഗൂഡല്ലൂരിന് സമീപമാണ് ഇത്തരത്തിൽ സഞ്ചാരികൾക്ക് നേരിട്ടെത്തി മുന്തിരി കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള മുന്തിരി കാർഷിക തോട്ടങ്ങളൊക്കെ കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ആ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വർഷത്തിൽ 4 തവണയാണ് മുന്തിരിയുടെ വിളവെടുപ്പ്. പ്രധാന വിളവെടുപ്പ് കാലം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ. എന്നാൽ കമ്പത്തെ മുന്തിരിപ്പാടങ്ങളിൽ എപ്പോഴെത്തിയാലും മുന്തിരി കൃഷിയുടെ കാഴ്ചകൾ ആസ്വദിക്കാം. ഏത് സമയവും വിളവ് ലഭിക്കുന്ന തരത്തിലാണ് ഇവിടെ കൃഷി ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. വളരെ മനോഹരം. മുന്തിരിയൊക്കെ നന്നായിട്ട് കായ്ച്ചു കിടക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായി വരുന്ന പച്ച മുന്തിരിയുണ്ട്. അത് കാണാൻ ഒരുപാട് ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി സ്റ്റോറുകളൊക്കെ ഉണ്ട്. മുന്തിരി മേടിക്കാൻ പക്ഷെ നല്ല വിലക്കുറവുണ്ടല്ലോ. മുന്തിരി മേടിക്കാൻ പറ്റും. വയനും ഒക്കെയുണ്ട്.
വാങ്ങിക്കുന്നവരുടെ ഇവിടെ നല്ല തിരക്കുണ്ട്. ഒരു വശത്ത് പച്ച മുന്തിരിയാണെങ്കിൽ മറുഭാഗത്ത് പഴുത്തു തുടുത്ത മുന്തിരിക്കുലകൾ. ചില ഭാഗത്ത് കൃഷിയുടെ തുടക്കം. മുന്തിരിക്കൊപ്പം മറ്റു കാഴ്ചകളും ആക്ടിവിറ്റികളും ഇവിടെയുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന പെൻസ്റ്റോക്ക് പൈപ്പിന്റെ മാതൃകയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലെ 5 ജില്ലകളെ കാർഷിക സമൃദ്ധമാക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളമാണ്. ആ വെള്ളം തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ, ഒപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഒരു മാതൃക, ഒപ്പം അണക്കെട്ടിന്റെ ശില്പിയായ പെന്നി കുക്കിന്റെ പ്രതിമ, അപ്പം നിരവധി കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ മുന്തിരിപ്പാടത്തിനോട് അനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ ഈ കാർഷിക ജില്ലകളുടെ ഒരു കാർഷിക രീതികൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ. കാരണം മുന്തിരി കൃഷിയൊക്കെ പ്രശസ്തമാണ്. കമ്പവും കൂടല്ലൂരും ഉണങ്ങിയ മേഖല. അതോടൊപ്പം ചേർന്ന് ഇവിടെ പൂക്കൃഷിയുണ്ട്, നെൽകൃഷിയുണ്ട്, ചോളം, അങ്ങനെ നിരവധി കൃഷികൾ ഈ ഉള്ള മേഖലയാണ്. ആ ഒരു കൃഷികളുടെ എല്ലാം ഒരു മാതൃകകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ തോട്ടങ്ങളായിട്ടൊക്കെ കൃഷി ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതായത് സഞ്ചാരികൾക്ക് എത്തുമ്പോൾ തന്നെ ഇവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുന്തിരിപ്പാടത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാനായി എത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കിയാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങളെല്ലാം സജ്ജമാക്കിയിരിക്കുന്നത്. സഞ്ചാരികൾക്ക് ഏറെ ആസ്വാദികരമായ രീതിയിൽ ഇവയെല്ലാം ആസ്വദിക്കാൻ സാധിക്കും. നിരവധി ഫോട്ടോ പോയിന്റുകളുണ്ട്, ചിത്രങ്ങൾ പകർത്താൻ സാധിക്കും. അപ്പം തമിഴ്നാടിൻ്റെ പഴയകാല കാർഷിക രീതികൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുല്ലപ്പെരിയാറിൻ്റെ ഒരു കാർഷിക സംഭാവന ഈ മേഖലയ്ക്ക് എങ്ങനെയാണ് സംഭാവന മുല്ലപ്പെരിയാർ നൽകുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. முள்ளியார் பெரிய அணை இருக்குல்ல நம்ம ஊரில், நம்மளுக்கு எல்லாத்துக்கும் 5 மாவட்டம் தண்ணி கொடுத்தவர். அவரோடைய நினைவாக வந்துட்டு இதை இப்போ ஸ்டார்ட் பண்ணியிருக்காங்க. அதான் ஸ்டார்ட் பண்ணாலும் எல்லா மக்களும் வந்துட்டு நிறைய பேர் வந்துட்டு நல்லா பார்த்துட்டு சந்தோஷமாக போகிறாங்க. எல்லாத்துக்கும் வந்துட்டு இது മുഖ്യமாக பார்க்கக்கூடிய ഒരു മുഖ്യமான ഇടം. ഗ്രാമീണ തനത് കാർഷിക രീതികൾ ടൂറിസവുമായി കോർത്തിണക്കി കൊണ്ടുപോകുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് കമ്പത്തെ മുന്തിരിപ്പാടങ്ങൾ. ഫാമിലി ഔട്ടിങ്ങിനായി എത്തുന്നവരെ ഏറെ ആകർഷിക്കുന്ന തരത്തിൽ നിരവധി ആക്ടിവിറ്റികളും ഇവിടെയുണ്ട്. മുന്തിരിച്ചെടികൾക്ക് മുകളിലൂടെ ഒരു സൈക്കിൾ സവാരി, അല്ലെങ്കിൽ മുന്തിരിയുടെ കാഴ്ചകൾ ആസ്വദിച്ച് ഒരു കുതിര സവാരി, ആക്ടിവിറ്റികൾ ഏറെയുണ്ട് ഇവിടെ. അപ്പോൾ അടുത്ത യാത്ര ഈ മുന്തിരിപ്പാടത്തേക്കാകാം. കമ്പത്ത് നിന്നും പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട്. വിളഞ്ഞു നിൽക്കുന്ന മുന്തിരിപ്പാടം കാണാം, ഒപ്പം തന്നെ മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാം. അവിടുത്തെ സംസ്കാരമൊക്കെ മനസ്സിലാക്കാനും പറ്റും. കുടുംബവുമായി പോകാൻ പറ്റുന്ന നല്ലൊരു ഇടമാണ്. ഞങ്ങളുടെ പ്രതിനിധി പ്രിൻസ് ജെയിംസ് ആണ് ഈ സ്ഥലം പരിചയപ്പെടുത്തിയത്. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ നേരം വൈകുന്നേരത്തിൽ കാണാം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.